ചെയ്യുക. ആര് പറയുന്നത് കേൾക്കണം, ആര് പറയുന്നത് കേൾക്കരുത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ റിലേഷൻഷിപ്സിൽ സ്ട്രഗിൾ ആയിരിക്കും. കാരണം നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളെയാണ് നമ്മൾ കൂടുതൽ എന്ന് ചോദിച്ചവരോടും കൂടിയിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. ഹേർഡിൽ വരികയോ അല്ലെങ്കിൽ അവർക്കൊരു അസുഖം വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവരെ കട്ട് ഓഫ് ചെയ്യും. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അനദർ ടോപ്പിക് ഡിസ്കഷൻസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നാൽ അതിന് റിസർച്ച്ഡ് ആൻഡ് ലേണിംഗ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്കൊന്നും കേട്ടോ. കഴിഞ്ഞ വീഡിയോ, അതായത് ഈ വീഡിയോയിൽ ഞാൻ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മാനേജ്മെൻറ്റ് സ്മാർട്ടായിരുന്നു ആൻഡ് അവർ പുറമെ നിന്നുള്ള ആളുകളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം ഉൾക്കൊള്ളണോ വേണ്ടയോ എന്ന് സ്മാർട്ടായി തിങ്ക് ചെയ്ത് ഡിസൈഡ് ചെയ്തു എന്ന് ഞാനൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്കൊരു മെസ്സേജ് വന്നു, ലൈക്ക് എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, ആര് പറയുന്നത് കേൾക്കണം, ആര് പറയുന്നത് കേൾക്കരുത് എന്നുള്ളത് ഒരു ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ ഈവൻ പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും. കാരണം നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളെ മീറ്റ് ചെയ്യാം, ഒരു നല്ല ഹൈ പൊസിഷൻസിലൊക്കെ ഉള്ള ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളേനും അല്ലെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ആളുകളേനും ഒക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈവൻ പ്രൊഫഷണലി അല്ലെങ്കിൽ പേഴ്സണലി ഈവൻ ബിസിനസ് വൈസോ എങ്ങനെയെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ അതിലെങ്ങനെ ഫിൽറ്റർ ചെയ്യാം, നമ്മൾ ആര് പറയുന്നത് കേൾക്കണം, ആര് പറയുന്നത് കേൾക്കരുത് എന്നുള്ളത് എങ്ങനെ ഫിൽറ്റർ ചെയ്യാം എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നി അതൊരു ടോപ്പിക് ഓഫ് റിലവൻറ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നി. കാരണം ഒരുപാട് ആളുകൾ ഡിസിഷൻ മേക്കിങ്ങിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഞാൻ അധികം റിസർച്ച് ചെയ്തിട്ടില്ല ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട്. എൻ്റെ ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ടാണ് ഞാനിത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിതിനൊരു റിഫൈൻ ചെയ്തിട്ട് കുറച്ചും കൂടി എല്ലാവർക്കും മനസ്സിലാകുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും പ്രാക്ടിക്കലായിട്ടുള്ള ബെറ്റർ സൊല്യൂഷൻസ് ഒരു പക്ഷേ കണ്ടെത്താൻ കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക. ഞാൻ ഇവിടെ എൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇവാലുവേഷൻ വെച്ചിട്ടുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പോൾ ഈ ബിസിനസ്സിൽ അവരുടെ എംപ്ലോയീസ് ഉണ്ട് ആൻഡ് അവർ പുറമെ നിന്നുള്ള ഒരു ക്ലയൻറ്റ് പറയുന്നത് കേൾക്കണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ എൻഡ് ഗോളിന് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. കാരണം ഇപ്പം ഞാനൊരു ബിസിനസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു ടീമിനെ ഇൻ്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്ത് റെഫറൻസ് ചെക്ക് ചെയ്ത് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ടീമിനെ ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം എൻ്റെ ടീമിൻ്റെ ഉള്ളിൽ, അല്ലേ? ഇപ്പം ഞാൻ ഒരാളെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് പ്രോസസ്സസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രോസസ്സസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വഴിയായിരിക്കണം ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും അയാളിൽ, ഓക്കെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അയാളെ ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്, കാരണം അയാളുടെ എക്സ്പെർട്ടീസ് ഇതൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഓൾറെഡി വാലുവേറ്റ് ചെയ്തിട്ടാണ്, മീൻസ് ഈ എക്സ്പീരിയൻസ് ഈ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അവർ ഓൾറെഡി ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂസ് ആൻഡ് റെഫറൻസ് ചെക്സ് എല്ലാം ചെയ്തിട്ടാണ് അവരുടെ ടീമിനെ ഓൾറെഡി ബിൽഡ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ഗോൾ എന്താണ്? അവർക്കൊരു സക്സസ്ഫുൾ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഗോൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ പുറമെ നിന്ന് ഒരാൾ വന്ന് ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ അവർക്ക് അത് കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ ടീമിനെ ട്രസ്റ്റ് ചെയ്യുക ആൻഡ് ആ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലായാലും നമ്മളെപ്പോഴും നമ്മുടെ ഇന്നർ സർക്കിളിനെയാണ് കൂടുതൽ ട്രസ്റ്റ് ചെയ്യേണ്ടത്. നമ്മുടെ പുറമെന്ന് ആളുകൾ വന്ന് ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ കഴിയണം, ഏത് എടുക്കണം ഏത് എടുക്കണ്ട എന്നുള്ളത് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ കഴിയണം. കാരണം ആ ഒരു ട്രസ്റ്റ് എന്നുള്ളത് എപ്പോഴും നമ്മുടെ ഇന്നർ സർക്കിളിനെ അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ അത് എപ്പോഴും ഒരു കോൺഫ്ലിക്ട്സ് ആൻഡ് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് എപ്പോഴും നമ്മൾ കോൺഫ്ലിക്ട് റെസൊല്യൂഷന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഞാൻ ഒരിക്കലും പറയില്ല എല്ലാ സിറ്റുവേഷൻസും പെർഫെക്റ്റ് ആണ്, എല്ലാ റിലേഷൻഷിപ്സും പെർഫെക്റ്റ് ആണ് എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. കോൺഫ്ലിക്ട്സ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ആർ ഡിഫറെൻറ്റ്, വ്യൂസ് ആർ ഡിഫറെൻറ്റ്, ടേസ്റ്റ് ആർ ഡിഫറെൻറ്റ്, എല്ലാവർക്കും ഡിഫറെൻറ്റ് അതാണല്ലോ ഇൻഡിവിജ്വൽ ഹെഡാണല്ലോ എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇൻഡിവിജ്വലി തിങ്ക് ചെയ്തിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിനാരിയോസിൽ എപ്പോഴും ഡിഫറൻസസ് ഉണ്ടായിരിക്കും, ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കും, ഐഡിയാസ് ഡിഫറെൻ്റ് ഉണ്ടായിരിക്കും. ഈവൻ പ്രൊഫഷണൽ സെറ്റപ്സിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതിനെ റിസോൾവ് ചെയ്ത് പോകാൻ
എപ്പോഴും നമ്മുടെ എൻഡ് ഗോൾ എന്താണെന്ന് തീരുമാനിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആരെ ട്രസ്റ്റ് ചെയ്യണം, എങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കണം എന്ന് ഡിസൈഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അങ്ങനെയുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടായാൽ തന്നെ അതിനെ റിസോൾവ് ചെയ്യാൻ എവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏത് ആൾ പറയുന്നത് കേൾക്കണം എന്നുള്ളത് ഈസി ആയിട്ട് ഡിസൈഡ് ചെയ്യുക. അത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, ഇതാണ് ഒരു ഫസ്റ്റ് തിങ്. പിന്നെ സെക്കൻഡ് തിങ്, ഇതിന് റിലേറ്റഡ് ആയിട്ട് തന്നെ എനിക്ക് പറയണം എന്ന് തോന്നിയത് നമ്മുടെ റിലേഷൻഷിപ്സ് ആൻഡ് നമ്മുടെ ഫ്രണ്ട്ഷിപ്സിനെ പറ്റിയിട്ടാണ്. അല്ലേ, ഇപ്പം നമ്മുടെ റിലേഷൻഷിപ്സ് എങ്ങനെ, ഇപ്പോൾ ഒരുപാട് ആളുകൾ റിലേഷൻഷിപ്സിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സിറ്റുവേഷൻഷിപ്സിനെയൊക്കെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി വളരെ മുന്നേ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര റിലേഷൻഷിപ്സ് ഉണ്ടായാലും എത്ര ആളുകളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോയാലും ആളുകൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒരിക്കലും വേറൊരു റിലേഷൻഷിപ്പ് തേടി പോകുന്നില്ലല്ലോ ആളുകൾ. അപ്പോൾ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല, വേറെ റിലേഷൻഷിപ്പ്, വേറെ സിറ്റുവേഷൻഷിപ്സ്, അങ്ങനെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കിയിട്ടും സ്റ്റിൽ പീപ്പിൾ ആർ സോ അധികം വിഷമിച്ചിരിക്കുകയാണ്, അധികം സ്ട്രെസ്ഡ് ആണ്, ടെൻസ്ഡ് ആണ്. ഒരുപാട് മെൻ്റൽ ആൻഡ് ഇമോഷണൽ സ്ട്രഗിൾസിൽ കൂടിയാണ് ആളുകൾ പോകുന്നത്. അപ്പോൾ റിലേഷൻഷിപ്സ്, നമ്മുടെ ബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സ്ട്രെസ്സിനെ കുറയ്ക്കുകയാണ് വേണ്ടത്. അല്ലേ, പ്രത്യേകിച്ച് നമ്മൾ അടുത്ത് കൊണ്ടു നടക്കുന്ന ആളുകളുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രെസ് ലെവലെല്ലാം കുറയണം, നമുക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ കഴിയണം, നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാവാൻ കഴിയണം, നമുക്ക് അവരെ കംപ്ലീറ്റ്ലി ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കണം നമ്മുടെ റിലേഷൻഷിപ്സ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് നമ്മുടെ സ്ട്രെസ് ലെവലെല്ലാം കൂടിക്കൊണ്ടേയിരിക്കും. കാരണം നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളെയാണ് നമ്മൾ കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ നമ്മുടെ സ്ട്രെസ് ലെവൽസ് നമ്മളെപ്പോഴും ടെൻഷനിലായിരിക്കും, സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ സ്ട്രെസ് ലെവൽ ഒരിക്കലും താഴേക്ക് വരാൻ പോകുന്നില്ല. അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു 1 to 2 years അല്ലെങ്കിൽ ഒരു 6 months to 2 years എപ്പോഴും ഒരു ടൈം കൊടുക്കും എൻ്റെ ഫ്രണ്ട്ഷിപ്സിനായാലും റിലേഷൻഷിപ്സിനായാലും. ആ ടൈമിൽ എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്യാതിരിക്കുക, എന്നെ പറ്റിയിട്ട് ഇങ്ങനെ നമ്മൾ വേറെ പോയിട്ട് അനാവശ്യങ്ങൾ പറയുക, അങ്ങനെയൊന്നും പറയാത്ത ആളുകളാണ് എന്ന് എനിക്കൊരു 100% ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ലൈഫ് ലോങ് ആണ് എൻ്റെ ഒപ്പം. കഴിയുന്നതും ഇപ്പോൾ ഞാൻ വളരെ കുറച്ച് റിലേഷൻഷിപ്സ് മാത്രം, ഫ്രണ്ട്ഷിപ്സ് മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. മേ ബി വളരെ കുറച്ച്, ആൻഡ് അവർ എൻ്റെ ഒപ്പം ഒരുപാട് വർഷങ്ങളായിട്ടുള്ളവരാണ്. കാരണം ആ ഇനീഷ്യൽ സ്റ്റേജസിൽ ഞാൻ എന്താണ് അവർ മനസ്സിലാക്കിയത് അങ്ങനെ തന്നെയാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. പക്ഷെ അതിൻ്റെ അർത്ഥം അവർ മാറിയിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊന്നുമല്ല. ആ ഒരു ഇനീഷ്യൽ ഇയേഴ്സിൽ ഞാൻ എങ്ങനെ ട്രസ്റ്റ് ചെയ്തു, എനിക്കത് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ എങ്ങനെയാണ് അവരെ കൺസിഡർ ചെയ്തത്, ആ ഇതിൽ തന്നെയാണ് ഞാനിപ്പോഴും അവരെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പലരും എന്നോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഫ്രണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെയാണല്ലോ, നിങ്ങൾ എന്നിട്ട് എന്തിനാണ് ഈ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് എന്ന് ചോദിച്ചവരോടും കൂടിയിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ അവരെ മനസ്സിലാക്കിയത് എന്താണോ, അവരെന്നോട് ഹോണസ്റ്റ് ആയിരുന്നു, അവരുടെ സിറ്റുവേഷനെ കുറിച്ചിട്ട് ഹോണസ്റ്റ് ആയിരുന്നു. പിന്നെ എല്ലാവർക്കും ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുമല്ലേ, വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആളുകൾ മാറാം, അവരുടെ സിറ്റുവേഷൻസിൻ്റെ ഇതനുസരിച്ചിട്ടൊക്കെ അവരുടെ വ്യൂസ് എല്ലാം മാറാം. ഞാൻ കണ്ട 25 years മുന്നേ കണ്ട ആളുകളെല്ലാം ഒരുപാട് മാറിയിരിക്കുന്നു. ഇപ്പോൾ അവരുടെ ചിന്താഗതികൾ, അവരുടെ വ്യൂസ്, ലൈഫിനെ കാണുന്ന രീതി നമ്മളെല്ലാം മാറിയിട്ടില്ല. അതുപോലെ അവരും മാറിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് അവരെൻ്റെ ഫ്രണ്ട് അല്ലാതെ ആകുന്നില്ല, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് ഞാൻ ഇല്ലാതെ ആക്കുന്നില്ല. എന്നോട് ആ ഇനീഷ്യൽ 1 or 2 years ഹോണസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്നെ ഇൻഫ്ലുവൻസ് അൺനെസസറിലി അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുകയോ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ദ ഗോയിങ് ടു ബി വിത്ത് മീ ഫോർ ലൈഫ് ലോങ് എന്നുള്ളത് തന്നെയാണ്. എൻ്റെ റിലേഷൻഷിപ്സ് ഞാൻ അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളൂ. അല്ലാതെ അവർക്കൊരു ഫിനാൻഷ്യൽ ഹേർഡിൽ വരികയോ അല്ലെങ്കിൽ അവർക്കൊരു അസുഖം വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവരെ കട്ട് ഓഫ് ചെയ്തിട്ട് ഇതുവരെ പോയിട്ടില്ല. ആൻഡ് ഞാൻ അങ്ങനെ പോകാനും ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് ഐ വാല്യൂ മൈ റിലേഷൻഷിപ്സ് ആൻഡ് ഞാൻ അവരെ ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെയാണ് ഓരോ റിലേഷൻഷിപ്പിനെയും ഓരോ ഫ്രണ്ട്ഷിപ്പിനെയും മെയിൻറ്റെയിൻ ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ക്ലോസ് റിലേഷൻഷിപ്സ് ആൻഡ് ഫ്രണ്ട്ഷിപ്സിനെ ഇതുവരെ കൊണ്ടു നടന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് എൻ്റെ ഐഡിയാസ്, അപ്പോൾ എൻ്റെ ഈ എക്സ്പീരിയൻസ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇവാലുവേഷൻ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരുപാട് ചുറ്റും കാണുന്നുണ്ട് റിലേഷൻഷിപ്സ് എല്ലാം വളരെ ഫ്രജൈലാണ്. ഇന്നുണ്ട് നാളെ ഇല്ല, അല്ലെങ്കിൽ ഒരു couple of years ഉണ്ട് പിന്നെ
വേറെ റിലേഷൻഷിപ്പായി അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്സ് ഒന്നും ഒരു മീനിങ് ഇല്ലാത്ത പോലെ പല റിലേഷൻഷിപ്സും കാണാനുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളെ കിട്ടിയിട്ട് ലൈഫൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇനീഷ്യലി നമ്മളൊരു ബേസിക് ക്രൈറ്റീരിയ ഫിൽ ചെയ്യുന്നത് നമ്മളോട് ഹോണസ്റ്റ് ആണ്, നമ്മളോട് സിൻസിയർ ആണ് ആ ഇനീഷ്യൽ ഡേയ്സിൽ. പിന്നെ അപ്പം നമുക്ക് തന്നെ ഒരു ക്യാരക്ടർ നമ്മൾ ഓൾറെഡി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞു, ഓക്കെ ഇതാണ് ഈ വ്യക്തി എന്നുള്ളത്. എന്നിട്ടാണ് നമ്മൾ ആ റിലേഷൻഷിപ്പിലോ ഫ്രണ്ട്ഷിപ്പിലോ ഇടപെടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. പക്ഷെ അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പിനെയോ റിലേഷൻഷിപ്സിനെയോ ഇല്ലാതെയാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് എനിക്ക് അവരെല്ലാം വളരെ വിലപ്പെട്ടവർ തന്നെയാണ്. ആൻഡ് അവരെ ഞാൻ ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. ആൻഡ് ജനറൽ പബ്ലിക്കിൻ്റെ ഐഡിയാസ്, ഇങ്ങനെയുള്ള റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടുള്ള ഐഡിയാസൊക്കെ എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സോ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ഐഡിയാസ് ആൻഡ് അനുഭവങ്ങൾ ആൻഡ് അഭിപ്രായങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുക. As always, thank you for spending your time here. Until we meet next time. Thank you and bye-bye. Thank you.